AKG സെന്റർ സഖാക്കന്മാരുടെ രണ്ടാം വീടാണ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം സഖാക്കന്മാർ സ്വന്തം വീട്ടിൽ നിന്നിറങ്ങിയാൽ ഏറെ സമയം ചിലവഴിക്കുന്ന ഒരു ഇടമാണ് AKG സെന്റർ. പോലീസുകാരുടെ അകമ്പടി, അതുപോലെ തന്നെ ബ്ലാക്ക് കാറ്റ്സുകൾ ധാരാളമായി കാവൽ നിൽക്കുന്ന AKG സെന്റർ എപ്പോഴും ഇവിടെ സജീവമാണ്. എന്താണ് ഈ പാർട്ടിയുടെ CPM-ന്റെ സ്പന്ദനം എന്താണ് എന്ന് മനസ്സിലാക്കാൻ തിരുവനന്തപുരത്തെ AKG സെന്ററിന് മുന്നിൽ എത്തിയാൽ മതി, അവിടെ ചെന്നാൽ മതി. അതാണ് അവസ്ഥ. എന്നാൽ കഴിഞ്ഞ ദിവസത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വലിയ പരാജയത്തിനു ശേഷം മുഖ്യമന്ത്രിയുടെ മുഖം എങ്ങനെയുണ്ടാകും എന്ന് കാണാൻ ആഗ്രഹിച്ചവർ നിരവധി. ഒപ്പം AKG സെന്റർ ഇപ്പോൾ എങ്ങനെയുണ്ടാവും, AKG സെന്ററിന്റെ മുന്നിൽ ചെന്നാൽ അവിടെ ആ പഴയ ചടുലത ഉണ്ടാകുമോ എന്നൊക്കെ ചോദിച്ചവർ, അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചവർ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിച്ചവർ നിരവധിയാണ്. എന്തായാലും AKG സെന്റർ ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നതിന് ശേഷം ശോകമൂകമായ അന്തരീക്ഷത്തിലാണ്. അതിനു മുന്നിൽ കൂടി ബസ്സിൽ പോയിട്ടുള്ളവർക്കൊക്കെ അറിയാം, സദാ ബഹളമുള്ള അല്ലെങ്കിൽ സദാ ആക്റ്റീവായിരിക്കുന്ന ആ ഒരു AKG സെന്ററിന്റെ പരിസരം ഇന്ന് ഒരാളും ആരവവും ഇല്ലാതെ ഒഴിഞ്ഞു കിടക്കുന്ന ഒരു അമ്പലപ്പറമ്പ് പോലെ, അല്ലെങ്കിൽ എന്തൊക്കെയോ വലിയ ഒരു ദുരന്തം സംഭവിച്ച ഒരു വീട് പോലെ ഒക്കെ കിടക്കുന്ന ഒരു കാഴ്ചയാണെന്ന് കാണാൻ സാധിക്കുന്നത്. എന്തായാലും AKG സെന്ററിന് മുന്നിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി ഗോപൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് നമുക്കൊന്ന് പോകാം. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കനത്ത പരാജയം ഏറ്റുവാങ്ങി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് രാവിലെ തന്നെ കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് യാത്ര തിരിച്ചു. കുറച്ച് മണിക്കൂറിന് മുമ്പാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിയത്. പക്ഷേ ഒരു തരത്തിലുമുള്ള പോലീസ് അകമ്പടി ഒന്നും തന്നെ വേണ്ട, അതായത് സാധാരണഗതിയിൽ മുഖ്യമന്ത്രി ഉപയോഗിക്കുന്ന കോൺവോയ് ഒന്നും തന്നെ വേണ്ട എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി നേരത്തെ പറഞ്ഞത്. AKG സെന്ററിന്റെ കാറിൽ തന്നെയാണ് മുഖ്യമന്ത്രി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് AKG സെന്ററിലേക്ക് തിരിച്ചത്. ഇവിടെ ഇപ്പോൾ ഒരു മീറ്റിംഗ് നടക്കുകയാണ്. ഈ മീറ്റിംഗ് എല്ലാം നടന്നതിന് ശേഷം നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ, അതായത് 2 ദിവസത്തിനകം മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കണ്ട് ഈ തെരഞ്ഞെടുപ്പിന്റെ പരാജയം എന്താണ് എന്ന് അറിയിക്കുമെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. ഒരു എക്സിറ്റ് പോളുകൾ ഫലം എല്ലാം തന്നെ തള്ളുന്ന തരത്തിലുള്ള ഏറ്റവും വലിയ രീതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് തോൽവിയിലേക്ക് CPM പോയി എന്നതാണ് ഏറ്റവും വലിയ കാര്യം. അതായത് മൂന്നാമതും പിണറായി ഭരണം വരുമെന്ന ഒരു പ്രതീക്ഷയിലായിരുന്നു പാർട്ടി നിന്നത്. എന്നാൽ വലിയ രീതിയിലുള്ള ഒരു ജനവികാരം, അതായത് ജനവിരുദ്ധ വികാരം CPM-നുണ്ട്. അത്രത്തോളം കേരളത്തിലെ ജനങ്ങൾ CPM-നെ ഒരു തലവേദനയായി CPM മാറി എന്നതിൻ്റെ ഒരു തെളിവാണ് 35 സീറ്റിലേക്ക് CPM ചുരുങ്ങിയതും, കൂടാതെ 102 സീറ്റിലേക്ക് UDF വലിയ രീതിയിൽ ഒരു ഉജ്ജ്വലമായ വിജയം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതും. കൂടാതെ ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് വന്നിരുന്നു കുറച്ച് മാസത്തിന് മുമ്പ്. അതിൽ പറഞ്ഞത് 13 മന്ത്രിമാരും തോൽക്കുമെന്ന് തന്നെയാണ് പറഞ്ഞത്. അങ്ങനെയാണ് ഏതാണ്ട് ഈ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോഴും ഉണ്ടായത്. അത് മുഹമ്മദ് റിയാസും സജി ചെറിയാനും അടക്കമുള്ളവർ, ബാലഗോപാലും അടക്കമുള്ളവർ, അതായത് 3 മന്ത്രിമാർ മാത്രം വിജയിച്ചു. അതായത് CPI-യിലെ മുൻ ഭക്ഷ്യമന്ത്രിയായിരുന്ന അനിൽ ഉൾപ്പെടെയുള്ളവർ മാത്രം വിജയിച്ചുകൊണ്ട് ബാക്കിയുള്ള എല്ലാ മന്ത്രിയും, അതായത് വീണ ജോർജ് ഉൾപ്പെടെയുള്ളവർ വലിയ രീതിയിൽ വൻ തോൽവി ഏറ്റുവാങ്ങുന്ന ഒരു അവസ്ഥയിലുണ്ടാകുമ്പോൾ എത്രത്തോളം ജനവികാരം ഈ CPM-നെതിരെ ഉണ്ട് എന്നതിൻ്റെ ഒരു തെളിവാണ് ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് ഫലം. ഇനിയിപ്പോൾ ഇപ്പോൾ തന്നെ പാർട്ടിയുടെ സെക്രട്ടറി ഗോവിന്ദൻ മാഷിന്റെ ഫേസ്ബുക്ക് കമന്റുകൾക്ക് നേരെ വലിയ രീതിയിലുള്ള ഒരു രോഷപ്രകടനം CPM-ലെ നേതാക്കളും അണികളും പ്രകടിപ്പിക്കുന്നുണ്ട്. കാരണം നിങ്ങൾ ഇതിന്റെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് നിങ്ങൾ രാജിവെക്കുക. കാരണം പിണറായി വിജയൻ തന്നെ പറയുന്നുണ്ട്, ഞാൻ ഇനി പ്രതിപക്ഷ നേതാവാകുന്നില്ല. കാരണം ഈ തെരഞ്ഞെടുപ്പിന്റെ തോൽവിയുടെ, ഏറ്റവും വലിയ കനത്ത തോൽവിയുടെ ധാർമ്മികമായ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ഞാൻ പ്രതിപക്ഷ നേതാവാകാൻ പോകുന്നില്ല. ഞാൻ ഇനി ഒരു MLA ആയിട്ട് മാത്രമേ ഉണ്ടാകുള്ളൂ. ബാലഗോപാലിനെ ഞാൻ പ്രതിപക്ഷ നേതാവാക്കാനുള്ള ഒരു ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ബാലഗോപാൽ പ്രതിപക്ഷ നേതാവായില്ലെങ്കിൽ മുഹമ്മദ് റിയാസ് അല്ലെങ്കിൽ സജി ചെറിയാൻ, ഇവരിൽ രണ്ടിൽ ആരെങ്കിലും ഒരാൾക്കായിരിക്കും പേര് നറുക്ക് വീഴാൻ പോകുന്നത്. അപ്പോൾ ആ ധാർമ്മികമായ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് പാർട്ടി സെക്രട്ടറിയും രാജിവയ്ക്കണം എന്ന് തന്നെയാണ് അണികളും നേതാക്കളും പറയുന്നത്. കാരണം ഗോവിന്ദൻ മാഷും പിണറായി വിജയന്റെയും ഈ 2 പേരും നിന്നുകൊണ്ടാണ് ഓരോ മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. ഒരർത്ഥത്തിൽ ഈ ഒരു പാർട്ടി കുടുംബം എന്ന രീതിയിലേക്ക് ഓരോ പാർട്ടികൾ, അതായത് ചേച്ചിമാരെ, അനിയത്തിമാരെയും സഹോദരന്മാരെ അടക്കം ഓരോ മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥിയായിട്ട്, അതായത് ഗോവിന്ദൻ മാഷയുടെ ഭാര്യ അടക്കം സ്ഥാനാർത്ഥിയായിട്ട് ഓരോ മണ്ഡലങ്ങളിലും നിർത്തുന്ന ഒരു കാഴ്ചയുണ്ട്. അങ്ങനെ ഓരോ മണ്ഡലങ്ങളിലും വ്യക്തമായ ഒരു നിരീക്ഷണം അല്ലെങ്കിൽ ഒരു പഠനമില്ലാതെ ഇഷ്ടപ്പെട്ട സ്ഥാനാർത്ഥികളെ ഓരോ മണ്ഡലങ്ങളിലും നിയമിച്ചത് കൊണ്ടാണ് വലിയ രീതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് വീഴ്ച അല്ലെങ്കിൽ ഒരു തോൽവി തന്നെ CPM-നെ നേരിടേണ്ടി വന്നതെന്നാണ് പറയുന്നത്. കൂടാതെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് നടന്നത്. അതിൽ CPM-ന്റെ കയ്യിലുണ്ടായിരുന്ന തിരുവനന്തപുരം നഗരസഭ BJP പിടിച്ചെടുത്തു. അതിൽ ഏറ്റവും കൂടുതൽ പ്രധാനം ആര്യ രാജേന്ദ്രൻ, അന്ന് KSRTC ഡ്രൈവറായിരുന്ന യദുവിനോട് കാണിച്ച ആ ഒരു
വൃത്തികേട് അല്ലെങ്കിൽ മാന്യമായ രീതിയിലുള്ള ഒരു പെരുമാറ്റം ഒന്നും തന്നെ അത് വലിയ രീതിയിൽ ജനങ്ങളുടെ മനസ്സിലേക്ക് തറച്ചു. ഇതേ രീതിയിൽ തന്നെയാണ് കോഴിക്കോട് MLA ആര്യ രാജേന്ദ്രന്റെ ഭർത്താവായിരുന്ന ശശിദേവ് MLA പ്രാവശ്യം തെരഞ്ഞെടുപ്പിനുണ്ടായിരുന്നു. അദ്ദേഹവും ബാലുശ്ശേരിയിൽ നിന്നാണ് മത്സരിച്ചത്. അവിടെ ശശിദേവ് MLA പരാജയപ്പെട്ടു. അതായത് തിരുവനന്തപുരത്ത് ആര്യ രാജേന്ദ്രൻ കാണിച്ചു കൂട്ടിയ, അതോടൊപ്പം ആര്യയുടെ കൂടെ നിന്ന് ശശിദേവ് MLA കാണിച്ചു കൂട്ടിയ ആ ഒരു നെറികേട് അത് ബാലുശ്ശേരിയിലും വലിയ രീതിയിലുള്ള ഒരു പ്രചാരണമായി കോൺഗ്രസ് ഒരു ആയുധമാക്കി കോൺഗ്രസ് ഉപയോഗിച്ചു. കൂടാതെ അത് ജനങ്ങളുടെ മനസ്സിലും അത് കേരളത്തിൽ മൊത്തത്തിൽ അതൊരു സുനാമി പോലെ അലയടിക്കുന്ന തരത്തിലായിരുന്നു. അതും CPM-ന് വലിയ രീതിയിലുള്ള ഒരു ക്ഷീണമുണ്ടായി. അതായത് CPM-ന്റെ കോട്ടകളടക്കം UDF വലിയ ഒരു തരംഗം പോലെ ഒരു സുനാമി പോലെ ആഞ്ഞു വീശുന്ന ഒരു കാഴ്ച ഉണ്ടായി. കണ്ണൂരിലടക്കം അവസാന നിമിഷം വരെ, അതായത് ഉച്ച വരെ പിണറായി വിജയനെ വിറപ്പിച്ച് നിർത്തിയത് കോൺഗ്രസിന്റെ ഒരു പുതിയ സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ ഈ പിണറായി വിജയൻ ജയിച്ചു എന്ന് പറഞ്ഞാലും ജയിച്ചു, പക്ഷെ അത് ഒരു വിന്നുന്ന ഒരു ജയമല്ല, ഒരു വമ്പൻ ജയമല്ല. തോറ്റ് അവസാനം എന്തോ ഒരു ഭാഗ്യം കൊണ്ട് പിണറായി വിജയൻ ജയിച്ചതാണ്. അതായത് തോറ്റ് കിടക്കേണ്ടതാണ്, പക്ഷേ തോറ്റാൽ അങ്ങേയറ്റം ഒരു നാണക്കേടുണ്ടാവുന്ന സ്ഥിതിയിൽ എന്തോ ഒരു അട്ടിമറി ജയം അവസാന നിമിഷം പിണറായി വിജയന് വന്നു എന്നതൊഴിച്ചാൽ ഈ വലിയ രീതിയിൽ CPM-നെതിരെ ജനരോക്ഷം കത്തി നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുമ്പോൾ ഒരു സംസ്ഥാനത്തും, അതായത് ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തും CPM ഭരിക്കുന്നില്ല എന്നതിൻ്റെ ഒരു തെളിവായി ഒരു സംസ്ഥാനത്തിലും CPM-ന് ഒരു ഭരണമില്ലാത്ത ഒരു പാർട്ടിയായി CPM ഇതോടുകൂടി അധപ്പതിക്കുന്നു എന്നതിൻ്റെ ഒരു കാഴ്ച. അതായത് പിണറായി വിജയൻ്റെ ധാർഷ്ട്യം, അതായത് ധിക്കാരം, അതായത് ഒരു അഹങ്കാരം നിറഞ്ഞ മനോഭാവം, ഇതെല്ലാം തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ ജനങ്ങൾ CPM-നിട്ട് തന്നെ തിരിച്ചു കൊടുത്തു എന്നതാണ്. കാരണം ജനങ്ങൾ, ഒരു പാർട്ടി എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങളുടെ ക്ഷേമത്തിനും ജനങ്ങളുടെ നന്മയ്ക്കും അവർക്ക് വേണ്ടിയാണ് ഒരു പാർട്ടി പ്രവർത്തിക്കേണ്ടത്. അതാണ് ഒരു പാർട്ടി അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവ് എന്ന് പറയുന്നത്. പക്ഷേ എന്തെങ്കിലും ആവശ്യവുമായി സർക്കാരിനെ സമീപിക്കുക അല്ലെങ്കിൽ CPM-ലെ നേതാക്കന്മാരെ സമീപിച്ചാൽ വീട്ടിൽ പോയി ചോദിക്കൂ എന്നൊക്കെ ഒരു ധിക്കാരം നിറഞ്ഞ ഒരു മനോഭാവം CPM-ന്റെ മുഖ്യമന്ത്രി അടക്കമുള്ളവർ അല്ലെങ്കിൽ മറ്റ് നേതാക്കൾ അടക്കമുള്ളവർ ഉയർത്തിയതാണ് ഈ 5 വർഷം ജനങ്ങൾ കാത്തിരുന്ന് CPM-നിട്ട് തന്നെ കൊടുത്തത്.